അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാൻ, തജ്വീദുൽ ഖുർആൻ ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 തജ്വീദുൽ ഖുർആൻ, തസ്കിയത്തുൽ വിൽദാൻ ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാൻ, ക്ലാസ് 7 തജ്വീദുൽ ഖുർആൻ എന്ന പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ കൂട്ടുകാർക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം. ഓപ്ഷൻസ് ബദർ, ഉഹുദ്, ഖന്തഖ്. ചരിത്രം ബദർ. 2. ഷെയ്ഖു സൈനുദ്ദീനിൽ മഖ്ദൂമിൽ കബീർ റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥം. ഓപ്ഷൻസ് ഫത്ഹുൽ മുഈൻ, ഹിദായത്തുൽ അസ്കിയ, റിയാദുസ് സ്വാലിഹീൻ. ചരിത്രം ഹിദായത്തുൽ അസ്കിയ. 3. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം. ഓപ്ഷൻസ് ഹിജ്റ 118, ഹിജ്റ 204, ഹിജ്റ 150. ചരിത്രം ഹിജ്റ 150. 4. ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം. ഓപ്ഷൻസ് ജീം, സില, ഖില. ചരിത്രം സില. 5. റായിനെ തർക്കീഖ് ചെയ്യണം. ഓപ്ഷൻസ് കസ്റായാൽ, ഫതഹായാൽ, ലൊമ്മായാൽ. ചരിത്രം കസ്റായാൽ. 6. ശബ്ദത്തോടൊപ്പം കാറ്റ് നടക്കാതിരിക്കൽ. ഓപ്ഷൻസ് ഷിദ്ദ, ഹംസ്, ജഹർ. ചരിത്രം ജഹർ. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 7. ലഅല്ലല്ലാഹ അയ്യുർസഖനി യശ്ശഹാദ. 8. അദ്ഹബു മഅസ് സ്വഹാബതി വത്താബിഈൻ. 9. ഹാദാ വല്ലാഹിൽ മുൽക്ക്. 10. മാ ഹുവ ഇല്ലാ മാ റഅയ്ത. 11. അസ്ബഹതു മിനദ് ദുനിയാ റാഹില. ഇപ്പുറത്ത് നോക്കൂ. എ. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ബി. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സി. ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഡി. ഉമൈർ ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇ. ഉമ്മു വലദി ഹാറൂനുർ റഷീദ്. യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. ലഅല്ലല്ലാഹ അയ്യർസുഖനി യശ്ശഹാദ. ചരിത്രം ഡി. ഉമൈർ ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 8. അദ്ഹബു മഅസ് സ്വഹാബതി വത്താബിഈൻ. ചരിത്രം എ. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. 9. ഹാദാ വല്ലാഹിൽ മുൽക്ക്. ചരിത്രം ഇ. ഉമ്മു വലദി ഹാറൂനുർ റഷീദ്. ചരിത്രം ഇ. 10. മാ ഹുവ ഇല്ലാ മാ റഅയ്ത. ചരിത്രം ബി. സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 11. അസ്ബഹതു മിനദ് ദുനിയാ റാഹില. ചരിത്രം സി. ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. DAE BC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഹിജ്റ ഡാഷിൽ വഫാത്തായി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 181. 13. ലാ തത്ലുബൻ ഡാഷ് മൻസില ഇൻ കുന്ത തത്ലുബു ഇൻദന്നാസി മൻസില. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇൻദൽ മുഹൈമിനി. ലാ തത്ലുബൻ ഇൻദൽ മുഹൈമിനി മൻസില ഇൻ കുന്ത തത്ലുബു ഇൻദന്നാസി മൻസില. 14. വഅദ്ദിമാ അലൈക ഡാഷ് ബിലാ ഇദ്ഖാലിൻ ഖുസാനിൻ ഫദാമ ഖുബില. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മഫ്റൂലുൻ. വഅദ്ദിമാ അലൈക മഫ്റൂലുൻ ബിലാ ഇദ്ഖാലിൻ ഖുസാനിൻ ഫദാമ ഖുബില. 15. സലാസില എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ അലിഫിലും ഡാഷിലും ആകാവുന്നതാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സുക്കൂനിലും. സലാസില എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ അലിഫിലും സുക്കൂനിലും ആകാവുന്നതാണ്. 16. റായിന് മുമ്പുള്ള കസ്ർ ആരിലോ ഡാഷ് ആയാൽ റായിനെ തഫ്ഖീം ചെയ്യണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മുൻഫസിലോ. റായിന് മുമ്പുള്ള കസ്ർ ആരിലോ മുൻഫസിലോ ആയാൽ റായിനെ തഫ്ഖീം ചെയ്യണം. 17. ഖുർആനിൽ
ഡാഷ് സ്ഥലങ്ങളിൽ സക്ത് ചെയ്ത് ഓതണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 4. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ സക്ത് ചെയ്ത് ഓതണം. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്ത സ്ഥലം. ഉത്തരം ജന്നത്തുൽ ബഖീഅ. 19. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ഉത്തരം മർവ. 20. അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹായിന് പറയപ്പെടുന്ന പേര്. ഉത്തരം ഹ ഉൽ അമീർ. 21. വഖഫ് ചെയ്യൽ സുന്നത്ത് മോക്കതയാണെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം. ഉത്തരം മീം. 22. തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് പറയപ്പെടും. എന്ത്? ഉത്തരം വഖഫ്. 23. നാവിൻ്റെ മുരടും മദ്യവും അണ്ണാക്കിലേക്ക് ഉയരൽ. ഇത് ഏത് സിഫത്താണ്? ഉത്തരം ഇത്ബാഖ്. അടുത്ത പ്രവർത്തനം, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകളിൽ 2 എഴുതുക. ഉത്തരം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും ഒരു വിരോധവുമില്ല. മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയതിൽ അദ്ദേഹം അസൂയ വെക്കാറില്ല. 25. ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉത്തരം, ആരാധനകൾ കൊണ്ട് തന്റെ സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ് ഇഖ്ലാസ്. 26. അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യം ഏത് മാർഗത്തിലായിരുന്നു ചെലവഴിച്ചിരുന്നത്? ഉത്തരം, അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ അറിവിന്റെ ആളുകൾക്കും ത്യാഗികൾക്കും ആരാധനയിൽ മുഴുകുന്നവർക്കുമായി ചെലവഴിക്കും. 27. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? അപ്പം നോക്കൂ. ഓ ഉഖ്ബത്തെ, ഇവ 2 കൊണ്ടും നീ അഭയം തേടുക. ഇവ 2 ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. കാരണം ഒരു അഭയാർത്ഥിയും ഇവയ്ക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. 28. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ആശയം എഴുതുക. ഉത്തരം, ഇരുളടയുന്ന രാവിന്റെ തിന്മയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. 29. അൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി. സാരം എഴുതുക. ഉത്തരം, നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പ്രചരിപ്പിക്കുകയും അത് പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, 30. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന്റെ തഫ്സീരിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം, അക്ഷരങ്ങളുടെ മഖ്റജും വഖഫും ഇബ്തിദാഉം അറിയുക. 31. ഖൽഖലത്ത് എന്നാൽ എന്ത്? ഉത്തരം, മഖ്റജിൽ അമർത്തി ഉച്ചരിക്കുന്നതിനാൽ ശബ്ദത്തിന് മുഴക്കം ഉണ്ടാകുന്നു. ഇതാണ് ഖൽഖലത്ത്. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ ഖുർആൻ ഉപന്യസിക്കുക. 32. തൽഹിയത്തു റാഫിഇ വസമുറത്ത് റളിയല്ലാഹു അൻഹുമാ ഫീ ഉഹുദ്. അപ്പം നോക്കൂ, ഉഹുദ് സൈന്യത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു. സനിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈനിക പരിശോധന നടത്തുകയും ചെറിയവരെ തിരിച്ചയക്കുകയും ചെയ്തു. തിരിച്ചയക്കപ്പെട്ടവരിൽ റാഫി ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു എന്നിവരും സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു എന്നിവരും ഉണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, റാഫി എന്നവർ നല്ല അമ്പെയ്ത്തുകാരനാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അംഗീകാരം നൽകി. അപ്പോൾ സമുറത്ത് എന്നവർ കരഞ്ഞു പറഞ്ഞു, അവനേക്കാൾ ഗുസ്തി പയറ്റിന് കഴിയുന്നവൻ ഞാൻ ആയിരിക്കെ തിരുനബി എന്നെ തിരിച്ചയക്കുകയും അവന് അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പോൾ അവരോട് 2 പേരോടും ഗുസ്തി പിടിക്കാൻ തിരുനബി കൽപ്പിക്കുകയും സമുറത്ത് റളിയല്ലാഹു അൻഹു വിജയിക്കുകയും ആയതിനാൽ അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകുകയും ചെയ്തു. 33. തഫ്ഖീമുർ റാഇ വത്തർഖീഖ്. റായിനെ തഫ്ഖീമും തർക്കീക്കും ചെയ്യേണ്ട സന്ദർഭങ്ങൾ. 1. റായിന് ഫതഹോ ലമ്മോ ആയാൽ തഫ്ഖീം ചെയ്യണം. 2. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ലമ്മോ ആയാലും തഫ്ഖീം ചെയ്യണം. 3. റായിൻ്റെ ഹർക്കത്ത് കസ്റായാൽ തർക്കീഖ് ചെയ്യണം. 4. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്ർ വന്നാൽ തർക്കീഖ് ചെയ്യണം. 5. സുക്കൂനുള്ള റായിന് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരം ആവുകയും അതിനു മുമ്പ് ഫതഹോ ലമ്മോ ആവുകയും ചെയ്താൽ റാ തഫ്ഖീമായി ഉച്ചരിക്കണം. 6. സുക്കൂനുള്ള റായിന് മുമ്പ് കസ്റാണെങ്കിലും
ശേഷം ഇസ്തിഗ്ലായിൻ്റെ അക്ഷരം വന്നാൽ തഫ്ഖീം ചെയ്യണം. 7. റായിന് മുമ്പുള്ള കസ്റ് ആരിലോ മുൻഫസിലോ ആയാൽ തഫ്ഖീം ചെയ്യണം. 8. സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നാൽ തർക്കീഖ് ചെയ്യണം. 9. സാക്കിനായ റായിന് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരവും അതിനു മുമ്പ് കസറും വന്നതിനാൽ തർക്കീഖ് ചെയ്യണം. അടുത്തത് സാക്കിനായ റായിന് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരവും അതിനു മുമ്പ് കസറും വന്നാൽ തർക്കീഖ് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.